MG യൂണിവേഴ്സിറ്റി BCom സിലബസിലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റില്. അതിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുക. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആദ്യം നോക്കാം. 13ാമത്തെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 13ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 2, എക്സ്പ്ലെയിൻ ദ, അല്ലെങ്കിൽ 14ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ധനകാര്യ പ്രസ്താവനകളുടെ പ്രയോജനം എന്താണ്? 15ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെ. പക്ഷെ നമ്മൾ ആദ്യം 13ാമത്തെ ചോദ്യത്തിലേക്ക് 5 മാർക്കിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. Management accounting is a branch of accounting that focuses on providing information and analysis to help managers make informed decisions. മാനേജർമാർക്ക് വിവരങ്ങൾ നന്നായി അറിഞ്ഞു ബോധ്യപ്പെട്ടിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കാവുന്ന കാര്യത്തില് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ്? മാനേജർമാർക്ക് കാര്യങ്ങൾ അറിഞ്ഞ് ബോധ്യപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവരെ സഹായിക്കാൻ വേണ്ടി അവരെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ചാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ കാര്യം ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി വെക്കാം. ഇനി എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് കേട്ടോ. ഇനി പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? പ്രധാന ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സംവിധാനം ഈ ലോകത്തിൽ കണ്ടുപിടിച്ചത് കൊണ്ട് എന്താണ് അതിന്റെ ലക്ഷ്യം? മാനേജർമാർക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന, ഡിസിഷൻ എടുക്കുന്നതിന് അവരെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ പ്ലാനിങ്, സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന് ഈ വർഷം നേടേണ്ട ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥാപനം ഒന്നാകെ നേടേണ്ട ലക്ഷ്യങ്ങൾ, സ്ഥാപനത്തിന്റെ പുരോഗതി, ലക്ഷ്യങ്ങൾ, ടാർഗറ്റ് നിശ്ചയിക്കുന്നതിനും അതുപോലെ തന്നെ ഓരോന്നിനും സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നതിനും ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ എന്ന്. 2, ഡെവലപ്പിംഗ് ബജറ്റ്സ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ പണപരമായ കണക്കാണ്, വരവിന്റെയും ചെലവിന്റെയും കണക്കാണ്. ക്രിയേറ്റിംഗ് ഫിനാൻഷ്യൽ പ്ലാൻസ്, ധനകാര്യ ആസൂത്രണം, പദ്ധതികൾ തയ്യാറാക്കാൻ സാധിക്കും സ്ഥാപനത്തിന് വേണ്ടി. ബജറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. 3, ഫോർകാസ്റ്റിംഗ്, പ്രവചനമാണ്, ഭാവി പ്രവചനമാണ്. ഫ്യൂച്ചറിലെ ധനകാര്യ വരുമാനം എന്താണ്, അല്ലെങ്കിൽ ധനകാര്യ ചെലവ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെലവുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആണ്, അല്ലെ? സോ ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര ലക്ഷം, ഇത്ര കോടി നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കമ്പനിക്ക് വളരാൻ കഴിയും. ഇതൊക്കെ പ്രവചിക്കാൻ കഴിയുന്നെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യണം. ധനകാര്യ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഗുണമാണ്. ഇനി ഇപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഗുണമാണ്, അതായത് മാനേജ്മെന്റിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കണക്കാണിത്. കോസ്റ്റ് അക്കൗണ്ടിങ് പോലെയല്ല. കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു പ്രോഡക്റ്റിന്റെ, ഉൽപ്പന്നത്തിന്റെ ഉൽപാദന ചെലവ് മനസ്സിലാക്കാനാണെങ്കിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ഇതുവരെ സ്ഥാപനത്തിൽ നടന്നുപോയ ചെലവുകൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി അതിന്റെ ലാഭനഷ്ട കണക്ക് തയ്യാറാക്കി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതാണെങ്കിൽ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ള കമ്പനിയുടെ പെർഫോമൻസ് എന്താണ്, ഇനി കമ്പനിയുടെ ഇപ്പോഴത്തെ ഉള്ള പൊസിഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി കമ്പനിക്ക് എത്ര നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും, അതൊക്കെ ഫ്യൂച്ചർ പ്ലാനുകൾ തയ്യാറാക്കാനായിട്ടാണ്. ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ തീരുമാനം എടുക്കാൻ സാധിക്കും. ഇൻഫോംഡ് ആയ മാനേജ്മെന്റിന് നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. വിവരങ്ങൾ നന്നായി അറിഞ്ഞ മാനേജ്മെന്റിന് നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. തീരുമാനമെടുക്കല്. സോ പ്രൊവൈഡിങ് റെലവന്റ് ഇൻഫർമേഷൻ, വളരെ പ്രസക്തമായ വിവരങ്ങൾ നൽകൽ. സപ്ലൈയിങ് മാനേജേഴ്സ് വിത്ത് റെലവന്റ് ഡാറ്റ ആൻഡ് അനാലിസിസ് ടു ഇൻഫോം ഡിസിഷൻസ്. അപ്പോൾ ഇൻഫോംഡ് ആയിട്ടുള്ള മാനേജർക്ക് നല്ല ഡിസിഷനുകൾ എടുക്കാൻ കഴിയണമെങ്കിൽ മാനേജർമാർക്ക് റെലവന്റ് ആയ ഡാറ്റ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാൻ കഴിയണം. അത് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് കഴിയും. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് റെലവന്റ് ആയ, പ്രസക്തമായ ഡാറ്റ, ഏതെങ്കിലും കുറെ വിവരങ്ങളല്ല, റെലവന്റ് ആയ പ്രസക്തമായ ഡാറ്റ വിശകലനം ചെയ്യാൻ വേണ്ടി മാനേജർമാരുടെ കൈകളിൽ കിട്ടുകയും വേണം. അപ്പോൾ അവരതെന്ത് ചെയ്യും? അത് അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അത് അനലൈസ് ചെയ്തതിനു ശേഷം ടു ഫോം ഇൻഫോംഡ് ഡിസിഷൻസ്. ഉണ്ടോ? ഇൻഫോംഡ് ഡിസിഷൻസ് അവർക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണമായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്ന ഭാഗം എവിടെയാണ്? അനലൈസിങ് ആൾട്ടർനേറ്റീവ്സ്.
ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള ബദൽ മാർഗങ്ങളെ അനലൈസ് ചെയ്യാന്നാണ്. ഇവാലുവേറ്റിംഗ് ഡിഫറെന്റ് ഓപ്ഷൻസ് ആൻഡ് സെനാറിയോസ് ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ കമ്പനിയിൽ ഒരു തീരുമാനം എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പോരാ. മാനേജർ എടുക്കുന്ന തീരുമാനം അത് യുക്തിയാണ്, ശരിയാണ്, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് തീരുമാനം എന്ന് മറ്റൊരാൾക്ക് കൂടി ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ കണക്കുകളും കൂടി മാനേജറുടെ കൈവശം വേണം. അപ്പോൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ മറ്റൊന്നുണ്ടായിരുന്നു എന്ന് പറയാൻ നാളെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല മാനേജറെ. സോ ആൾട്ടർനേറ്റീവായ പദ്ധതികളെ അനലൈസ് ചെയ്യുവാനായിട്ട് ഇവാലുവേറ്റിംഗ് ഡിഫറെന്റ് ഓപ്ഷൻസ് ആൻഡ് സെനാറിയോസ് ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. മൂന്നാമത് റെക്കമെൻഡിങ് കോഴ്സസ് ഓഫ് ആക്ഷൻ. അതായത് കോഴ്സ് ഓഫ് ആക്ഷൻ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സജസ്റ്റിംഗ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾക്ക് പോകേണ്ടുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ബേസ്ഡ് ഓൺ അനാലിസിസ്. നമ്മുടെ വിശകലനത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോ ഡാറ്റ കയ്യിൽ കിട്ടണം. ഡാറ്റ കയ്യിൽ കിട്ടിയ മാനേജർ ഇൻഫോംഡ് മാനേജറാണ്, വിവരങ്ങൾ അറിഞ്ഞ മാനേജറാണ്. വിവരങ്ങൾ അറിഞ്ഞ മാനേജർക്ക് നന്നായിട്ട് തീരുമാനമെടുക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ തീരുമാനം ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. അങ്ങനെ ആ ബെസ്റ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ഷൻ എന്ന കോഴ്സിനെ സജസ്റ്റ് ചെയ്യുന്നു. അതാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തത് നിയന്ത്രണത്തിന് സാധ്യമാകുന്നു എന്നതാണ്. കൺട്രോൾ, മോണിറ്ററിംഗ് പെർഫോമൻസ്. സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം മോണിറ്റർ ചെയ്യാനായിട്ട്, സ്ഥാപനത്തിന്റെ ആക്ച്വൽ റിസൾട്ടുകളെ ട്രാക്ക് ചെയ്യാനായിട്ട്, പ്ലാൻഡ് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് ഇത് സാധിക്കുന്നതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ടാർഗറ്റ് ഈ വർഷം ഇത്ര കോടി നേടണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും പെർഫോമൻസ് മോണിറ്റർ ചെയ്യണം. ഓരോ മാസവും 10-20 ലക്ഷം വീതമെങ്കിലും മുന്നോട്ട് പോയാൽ മാത്രമാണ് ഒരു 10 മാസം കഴിയുമ്പോൾ 1 കോടിക്കടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ടാർഗറ്റിനൊപ്പം ഓരോ മാസവും മുന്നോട്ട് പോകുന്നുണ്ട്. ആക്ച്വൽ റിസൾട്ടുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ട്രാക്ക് റെക്കോർഡ് നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഗോൾസിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ എവിടെയാണ് പോരേണ്ടത് അതിനനുസരിച്ച് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്, ചെലവിനെ ചുരുക്കേണ്ടതാണെങ്കിൽ പെർഫോമൻസിനെ കൂട്ടേണ്ടതാണെങ്കിൽ ഒക്കെ ഇതൊക്കെ കൺട്രോളിങ്ങിന് മാനേജർക്ക് അപ്പോൾ തീരുമാനം എടുക്കാൻ. ഐഡന്റിഫൈങ് വേരിയൻസസ്. നമ്മൾ പ്ലാൻ ചെയ്ത ആക്ച്വൽ ഗോളും നമ്മളുടെ ഇപ്പോഴത്തെ പോക്കും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ, വ്യതിയാനം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, തിരിച്ചറിയുക. പ്ലാൻഡ് റിസൾട്ട് ആക്ച്വൽ എവിടെ കിടക്കുന്നു, ആക്ച്വൽ റിസൾട്ട് എത്രയാണ്, ഇവ തമ്മിൽ നമ്മൾ 1 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് 80 ലക്ഷത്തിന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആ പ്ലാൻ ചെയ്തത് 1 കോടി, ആക്ച്വൽ കിട്ടിയത് 80 ലക്ഷം. പ്ലാൻഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്, എന്തോരം വേരിയേഷൻ ഉണ്ട്. വ്യത്യാസത്തിനെ പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണ് വേരിയേഷൻ. ഇത് തിരിച്ചറിയാനായിട്ട് ഇത് മാനേജർ തിരിച്ചറിയണമെങ്കിൽ അതിന്റെ കണക്ക്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന കണക്ക്, അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തിരുത്തൽ നടപടി എടുക്കണമെങ്കിൽ എന്ത് വേണം? ഇദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ സംബന്ധിച്ച ഡാറ്റ വേണം. ഇംപ്ലിമെന്റിംഗ് ചേഞ്ചസ് ടു അഡ്രസ് വേരിയൻസസ് ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ്. ഇനി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അസസിങ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രകടനത്തിനെ വിലയിരുത്താനായിട്ട്, അസസ് ചെയ്യാനായിട്ട്, ഓർഗനൈസേഷന്റെ റിസോഴ്സസിനെ യൂസ് ചെയ്യാനായിട്ട്, സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് സാധിക്കുമോ കഴിയുമോ എന്നൊന്ന് വിലയിരുത്തേണ്ട. അസസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ മൂല്യനിർണ്ണയ പ്രകടനത്തെ വിലയിരുത്തുക, അല്ലെ, പ്രകടനത്തിന്റെ നിലവാരം എത്രയാണെന്ന് നിശ്ചയിക്കുക. കാര്യക്ഷമത, എഫിഷ്യൻസി എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക്, കാര്യക്ഷമത എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്കാണ് എഫിഷ്യൻസി. ഫലപ്രാപ്തി എന്നുള്ളതിനതാണ് ഇഫക്റ്റീവ്നെസ്. ഇതൊക്കെ കണക്ക് എടുപ്പ് നടത്തുക, അസസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൂടി ഇതിനെ എല്ലാത്തിനും കൂടെ എന്തൊക്കെയാണ്? കാര്യക്ഷമത, ഫലപ്രാപ്തി, ഇവയൊക്കെ, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ഇവയൊക്കെ അസസ് ചെയ്യുന്നതിന് മാനേജ്മെന്റിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഗുണമാണ് മെഷറിംഗ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ കമ്പനിയുടെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, എത്ര ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. കഴിഞ്ഞ കൊല്ലം 80,000 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, ഉൽപ്പന്നം. അതിന്റെ ഈ കൊല്ലം നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 80,000 എന്നുള്ളതിന് പകരം 1.5 ലക്ഷം ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എത്രമാത്രം ഇതുവരെ മാസം തീരാറായി, ജനുവരി ആയി, മാർച്ചിൽ ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ജനുവരി വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ചത് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ സാധിക്കും, അല്ലെ. ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ പെർഫോമൻസ് വിലയിരുത്താൻ സാധിക്കും. പല ടീമുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്ന വർക്കിൽ ഓരോ ടീമും മുന്നേറുന്നത് എങ്ങനെയാണ്,
എന്ന് അറിയാൻ സാധിക്കും. നല്ല ടീം ഏതാണ്, നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ടീം ഏതാണ്, അവർക്ക് പ്രോത്സാഹനങ്ങളും അവർക്ക് അംഗീകാരങ്ങളും കൊടുക്കാനും അവരെ പ്രശംസിക്കാനും കഴിയും മാനേജർക്ക്. സോ അതൊക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഗുണമാണ്. ഇവാലുവേറ്റിംഗ് മാനേജീരിയൽ പെർഫോമൻസ്, മാനേജീരിയൽ ആയിട്ടുള്ള പെർഫോമൻസ് പ്രകടനം അതിനെ വിലയിരുത്താൻ സാധിക്കും. അസസിംഗ് ദ പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽ മാനേജേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെക്ഷൻ തിരിച്ചിട്ടുള്ള മാനേജർമാരുടെ പ്രകടനം നിലവാരം വിലയിരുത്താൻ സാധിക്കും ടോപ്പ് മാനേജർക്ക്. അപ്പോൾ ഇതൊക്കെ മാനേജീരിയൽ പെർഫോമൻസ്, തൊഴിലാളികളുടെ പെർഫോമൻസ് മാത്രം ഇവാലുവേറ്റ് ചെയ്യാനല്ല, എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാത്രം ഇവാലുവേറ്റ് ചെയ്യാനല്ല, മറിച്ച് മാനേജർമാരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായകരമാണ് എന്നുള്ളതാണ്. ഇനി വേറെയും ചില ഒബ്ജക്റ്റീവ്സ് ഇതുകൊണ്ട് സാധിക്കും. ഇംപ്രൂവിംഗ് പ്രോഫിറ്റബിലിറ്റി, സ്ഥാപനത്തിന്റെ ലാഭക്ഷമത മെച്ചപ്പെടില്ലേ? തീർച്ചയായും അതെ. അതുപോലെ തന്നെ മത്സരക്ഷമത, നമ്മളോട് എതിരിടുന്ന ചെയ്യുന്ന എതിരാളികളായ സ്ഥാപനങ്ങളോട് മത്സരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കില്ലേ? നമ്മൾ കണക്കുകളും കൃത്യതയോടുകൂടി അനലൈസ് ചെയ്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി മുന്നേറുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതെ. അതുപോലെ തന്നെ സപ്പോർട്ടിങ് സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നേറുന്നതിന് നമ്മൾ സഹായിക്കില്ലേ? കണക്ക് നോക്കിയിട്ട് മുന്നേറുന്നവനാണ്, കൃത്യമായി കണക്ക് കൂട്ടി മുന്നേറുന്നവൻ, അവന് മാത്രമാണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുള്ളൂ. ഒരു കണക്കും ഇല്ലാതെ മുന്നേറുന്നവന് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കില്ല, സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ സ്ട്രാറ്റജിക് പ്ലാനിങ്, കൃത്യമായി കണക്ക് കൂട്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കണമെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വേണം. ഇതൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഗുണങ്ങൾ.